ശ്രീ അഷ്റഫ് കടക്കൽ, ഇന്ന് അബ്ബാസ് അറാഖ്ചി ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ആണവ നിർവ്യാപനം സംബന്ധിച്ച് ഒമാനിൽ അമേരിക്കയുമായി ചർച്ച നടത്താനിരുത്തുന്ന വേളയിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ജനീവയിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക് പിന്നാലെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി. അതായത് ഡിപ്ലോമസിയെ ഒരു തരത്തിലും നിങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കുന്നു. ഡിപ്ലോമസിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം ഇറാനിൽ നിന്ന് വരുമ്പോൾ ഇനി ഞങ്ങൾ ചർച്ചയ്ക്കല്ല പ്രത്യാക്രമണത്തിനാണ് എന്ന സൂചന അവിടെ വളരെ വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം, ഇറാനെ സംബന്ധിച്ച് മുഖ്യമായി 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക. അത് സംബന്ധിച്ച് ചില സൂചനകൾ വന്നിരുന്നു. അത് കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിലടക്കം അത് പ്രതിഫലനം ഉണ്ടാക്കും. 2, ഇവിടെ സൂചിപ്പിച്ച അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ, ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതാണ്. 3-ാമത്തേത്, ഇസ്രായേലിലേക്ക് ഇപ്പോൾ നടത്തുന്ന വ്യോമാക്രമണം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 4-ാമത്തേത്, വിവിധ പ്രോക്സികളെ, ഹിസ്ബുള്ള അടക്കമുള്ള, ഹൂത്തികൾ അടക്കമുള്ള പ്രോക്സികളെ ഉപയോഗിച്ച് അമേരിക്കൻ താല്പര്യങ്ങളെ ഹനിക്കുന്ന വിധത്തിലുള്ള പ്രോക്സി വാർ നടത്തുക എന്നുള്ളതാണ്. ഏതായിരിക്കും ഇറാന്റെ മുമ്പിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വഴി എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഈ യുദ്ധതന്ത്രങ്ങൾ നമ്മൾ ഇതുപോലെ ന്യൂസ് റൂമിലിരുന്ന് പ്രവചിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇറാൻ സ്വാഭാവികമായും നാളെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തിങ്കളാഴ്ച പുട്ടിനെ സന്ദർശിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇതിനു മുന്നേ തന്നെ പുത്തിനും ഷീ ജിൻപിങ്ങും നേരത്തെ ഈ വിഷയത്തിൽ പരസ്പരം സംസാരിക്കുകയും ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന ആശയം കൈമാറിക്കഴിഞ്ഞു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇറാൻ കൂടുതൽ ശക്തമായി ഇസ്രായേലിലേക്കുള്ള ആക്രമണം ഘടിപ്പിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നെനിക്ക് തോന്നുന്നു. വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ നേരത്തെ ഇവിടെ നിങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ച പോലെ, പശ്ചിമേഷ്യയിലെ ഏതാണ്ട് 19ഓളം വരുന്ന US ബേസസ്, അതിലേതാണ്ട് 40,000-ഓളം ട്രൂപ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഇറാൻ്റെ ടാർഗറ്റ് 40,000 ടാർഗറ്റുകൾ ഇറാനുണ്ട് എന്നാണ് മറ്റൊരു ഇറാൻ്റെ ഡിഫൻസ് വക്താവ് പറഞ്ഞത്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം, ഞങ്ങൾ ഏത് നിമിഷവും US-ൻ്റെ താവളങ്ങൾ, ബേസസ് ആക്രമിക്കും എന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇറാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു US ബേസ് ഗൾഫ് റീജിയനിലെന്ന് പറയുമ്പോൾ GCC രാജ്യങ്ങളിലാണല്ലോ കൂടുതലായിട്ടുള്ളത്. ഖത്തറിലുണ്ട്, ബഹ്റിനിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ GCC രാജ്യങ്ങളിലുള്ള US-ൻ്റെ ബേസസ് ആക്രമിക്കും എന്ന് കരുതിയിട്ടാണല്ലോ ബഹ്റിൻ ഇന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും തന്നെയുമല്ല അവിടുത്തെ എല്ലാ ഓഫീസുകൾക്കും വർക്ക് ഫ്രം ഹോം എന്ന തരത്തിൽ അവരതിൻ്റെ വർക്ക് ഷെഡ്യൂളെല്ലാം മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ബഹ്റൈനിൽ 50% ഷിയാക്കൾ അധിവസിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. മറ്റൊരു കണക്കനുസരിച്ച് ഭൂരിപക്ഷം ഷിയാക്കളാണെങ്കിലും സൗദി അറേബ്യയുടെ മേൽക്കൈയിൽ അവിടെ ഒരു സുന്നി ഭരണമാണ് നിലനിൽക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ ലോക്കൽ പ്രോക്സീസിനെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ ബഹ്റൈനെ ഇറാൻ ആക്രമിക്കാൻ സാധിക്കും എന്ന ഒരു കണക്കുകൂട്ടലാണ് അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷെ ഞാൻ കാണുന്നത് ഇസ്രായേലിലേക്കുള്ള ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് സാധ്യത. കാരണം GCCയിലേക്ക് നേരിട്ട് ഒരു GCC രാജ്യം, അത് അമേരിക്കൻ ബേസ് ആണെങ്കിൽ പോലും GCCയിലേക്ക് നേരിട്ട് ആക്രമിക്കുമ്പോൾ ഇവിടെ 2 തരത്തിലുള്ള പിന്തുണയാണ് ഇറാന് ലഭിക്കുന്നത്. ഒന്ന്, ഇറാൻ ഒരു ഷിയ രാജ്യമാണ് എന്നുള്ള നിലയ്ക്ക് ഷിയ കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു പിന്തുണ, ഒരു മോറൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, പിന്നെ ഇറാൻ ഈ പലസ്തീൻ വിഷയങ്ങളിലും അതുപോലെ തന്നെ സാമ്രാജ്യത്വ അജണ്ടയ്ക്കും ഒരിക്കലും തലകുനിക്കാതിരിക്കുകയും ആഗോളതലത്തിൽ തന്നെ പശ്ചിമേഷ്യയുടെയും മുസ്ലിം ലോകത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന ഒരു അറബ് തെരുവിൻ്റെ അല്ലെങ്കിൽ അറബ് ജനതയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, അറബ് ജനതയെയും അറബ് റെജീംസിനെയും, പ്രത്യേകിച്ചും GCCയിലുള്ള ഈ രാജഭരണം നിലനിൽക്കുന്ന റെജീംസിനെ നമ്മൾ രണ്ടായിട്ട് കാണണം.
കാരണം റെജീം താല്പര്യം മറ്റൊന്ന്, അറബ് ജനതയുടെ താല്പര്യം മറ്റൊന്ന് എന്ന് കഴിഞ്ഞ 50 വർഷത്തെ പ്രത്യേകിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഓരോ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ GCCയിൽ അടക്കമുള്ള രാജ്യങ്ങളിലെ റെജീം എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒന്നുകിൽ രാജഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം. ഇപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിൽ ആൽ സൗദ് എന്ന് പറയുന്ന ഹൗസ് ഓഫ് സൗദ് എന്ന് പറയുന്ന ഒരു 5000 അംഗങ്ങളടങ്ങിയ ഒരു ഫാമിലി. അതുപോലെ തന്നെയാണ് ബഹ്റൈനും UAEയും ഒക്കെ തന്നെ. അപ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എലീറ്റുകളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ചെറിയ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള അമേരിക്കയും മറ്റും കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അറബ് ജനതയുടെ പിന്തുണ, മോറൽ സപ്പോർട്ട് ഇറാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇറാൻ ആത്മീയ നേതാവിൻ്റെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെയും ഇറാൻ്റെ ഒഫീഷ്യൽ മീഡിയയിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അറബ് ജനതയെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. ലാ ഷിയായിയ ലാ സുന്നിയ എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത്. ഷിയാക്കൾ എന്ന അർത്ഥത്തിലുള്ള വിഭാഗീയത നമുക്ക് പാടില്ല, സുന്നികൾ എന്ന അർത്ഥത്തിലുള്ള വിഭാഗീയതയും നമുക്ക് പാടില്ല. ഇത് ഒരു ആഗോള മുസ്ലിം അറബ് പ്രശ്നമായിട്ട് നമ്മളിതിനെ കാണണം എന്നുള്ള തലത്തിലാണ് ഖാംനായി ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു GCCയിലേക്ക് നേരിട്ടുള്ളൊരു, അത് US ബേസിലാണെങ്കിൽ പോലും ആക്രമണം നടത്തിയാൽ അത് പ്രത്യേകിച്ചും ഭൂവിസ്തൃതിയിൽ വളരെ ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ മറ്റ് ജനങ്ങളെയും അത് ബാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം കടുപ്പിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്രായേലിനെ കൂടുതൽ ആക്രമിക്കാനാണ് സാധ്യത എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്.